ഹലോ എവ്രി വൺ, എല്ലാവർക്കും KS ഇൻസൈറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്ന വിഷയം വിശദമായിട്ട് പഠിച്ചു മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാനുള്ളത് ഈ ഒരു ഭാഗത്തു നിന്നും കേരള PSCക്ക് ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ സാധ്യതയുള്ളതുമായ പരമാവധി ചോദ്യങ്ങൾ ചെയ്തു പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്ന വിഷയത്തിൽ നിന്നും കേരള PSCക്ക് ഇതുവരെ ചോദിച്ചിട്ടുള്ളതായ കുറേ ചോദ്യങ്ങളാണ് പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു ചോദ്യങ്ങളെല്ലാം തന്നെ ഞങ്ങൾ ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രൂഫും നിങ്ങൾക്ക് നൽകുന്നതാണ്. അപ്പം നമുക്ക് ഓരോ ചോദ്യങ്ങളിലേക്കായിട്ട് കടക്കാം. അപ്പോൾ ഈ ഓരോ ചോദ്യങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. കേരള PSC ചില ഭാഗങ്ങളിൽ നിന്ന് കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചതായിട്ട് കാണാൻ വേണ്ടി പറ്റും. അപ്പം നിങ്ങൾ എപ്പോഴും ഈ ഒരു വിഷയം പഠിക്കുന്ന സമയത്ത് ആ ഒരു ഭാഗത്ത് കൂടുതൽ ശ്രദ്ധ കൊടുത്തുകൊണ്ടായിരിക്കണം പഠിക്കേണ്ടത്. അപ്പോൾ ചോദ്യങ്ങൾ എടുത്ത് നമ്മൾ പരിചയപ്പെടുന്ന സമയത്ത് നമുക്ക് ഈ ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പം നമുക്ക് ആദ്യം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അത് 1857 റിവോൾട്ടാണ്. അതായത് നമ്മൾ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിളിക്കുന്ന ഭാഗം. അപ്പം ഈ ഒരു ഭാഗത്തു നിന്നും കേരള PSC ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ചോദ്യങ്ങളാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഏറ്റവും സിമ്പിളായ ചോദ്യം തന്നെ ആദ്യം എടുക്കാം. അതായത് ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ഏത് എന്നുള്ളത്. അപ്പോൾ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓപ്ഷനിൽ നിന്നും ശരിയായ ഉത്തരമാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതുള്ളത്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം ഈ ഒരു ക്ലാസ് കേട്ട എല്ലാ ആൾക്കാർക്കും വളരെ കൃത്യമായിട്ട് ഓർമ്മയുണ്ടാവും. അതൊരിക്കലും മറക്കാൻ സാധ്യതയില്ലാത്തതാണ്. അപ്പോൾ അത് 1857 അപ്പോൾ ഈ ഒരു ക്ലാസ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അല്ലെങ്കിൽ ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ വിശദമായ ചരിത്രം അല്ലെങ്കിൽ ശിപ്പായി ലഹള എന്ന് വിളിക്കും. അത് നമ്മൾ വിശദമായിട്ട് കൈകാര്യം ചെയ്തിട്ടുള്ളതാണ്. അതിന്റെ വിവിധ കാരണങ്ങളെക്കുറിച്ചും അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റിനെ കുറിച്ചും ഒക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഉത്തരം 1857 എന്നുള്ളതാണ്. ഇത് വളരെ ബേസിക് ആയ വളരെ സിമ്പിൾ ആയ ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി ആരാണ് എന്നാണ്. അപ്പോൾ നമുക്കറിയാം ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷി മംഗൾ പാണ്ഡെ എന്നാണ്. അപ്പോൾ മംഗൾ പാണ്ഡെയുടെ നാമധേയത്തിൽ അദ്ദേഹത്തിന്റെ ചിത്രവും വെച്ച് ഇന്ത്യ ഗവൺമെന്റ് ഒരു സ്റ്റാമ്പൊക്കെ ഇറക്കിയിട്ടുണ്ട്. ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ വിശദമായിട്ട് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു മംഗൾ പാണ്ഡെയുടെ ചിത്രവും ആ ഒരു ക്ലാസിന്റെ വിശദാംശങ്ങളും നിങ്ങൾക്ക് താഴെ കാണാൻ വേണ്ടി പറ്റും. ഇനി അടുത്ത ചോദ്യം ചോദിച്ചിരുന്നു 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് എവിടെ നിന്നാണെന്നുള്ളത്. അപ്പോൾ നമുക്കറിയാം മീററ്റിൽ വെച്ചിട്ടാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ പൊട്ടിപ്പുറപ്പാട് നടക്കുന്നത്. അതിന്റെ ഇമ്മീഡിയറ്റ് കോസ് എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ഒരു റൈഫിളുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ വിശദമായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പൊ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് എവിടെ നിന്നാണ്? അത് മീററ്റിൽ നിന്നാണ് എന്ന് ഓർത്തു വയ്ക്കണം. അടുത്തത് 1857 താൽക്കാലിക വിജയത്തെ തുടർന്ന് വിപ്ലവകാരികൾ ഡൽഹിയിൽ ചക്രവർത്തിയായി വാഴിച്ചത് ആരെയാണെന്നുള്ളത്. അപ്പൊ നമുക്കറിയാം ഈ ഒരു മുഗൾ എംപയറിന്റെ അവസാനത്തെ മുഗൾ എംപയറായ ബഹദൂർ ഷാ സഫർ ടൂവിനെയാണ് ഈ ഒരു വിപ്ലവകാരികൾ താൽക്കാലികമായിട്ട് ആരായിട്ട് നിയമിച്ചത്? അതായത് നമ്മുടെ രാജ്യത്തിന്റെ രാജാവായിട്ട് നിയമിച്ചത്, ചക്രവർത്തിയായിട്ട് വാഴിച്ചത്. എന്നാൽ ബ്രിട്ടീഷുകാർ പിന്നീട് ഇദ്ദേഹത്തെ പിടിച്ചിട്ട് തുറുങ്കിലടക്കുകയും ഇന്ത്യയിൽ നിന്ന് നാട് കടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതും ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഓർത്തു വെക്കേണ്ടത് 1857 വിപ്ലവത്തിന്റെ താൽക്കാലിക വിജയത്തിന്റെ ഭാഗമായിട്ട് അന്നത്തെ മുഗൾ എംപറർ ആയിരുന്ന ബഹദൂർ ഷാ സഫറിനെയാണ്, അദ്ദേഹത്തെയാണ് ഇന്ത്യയിലെ ചക്രവർത്തിയായിട്ട് വിപ്ലവകാരികളെ വാഴിച്ചിട്ടുള്ളത്. അടുത്തത് ഈ ഒരു 1857 അവസാനത്തെ മുഗൾ ചക്രവർത്തി ബഹദൂർ ഷാ രണ്ടാമനെ നാട് കടത്തി മരിക്കുന്നത് വരെ തടവിൽ പാർപ്പിച്ചത് എവിടെയാണെന്നുള്ളതാണ്. അപ്പൊ അത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അതായത് റംഗൂൺ അല്ലെങ്കിൽ ബർമ അല്ലെങ്കിൽ ഇന്നത്തെ മ്യാൻമാറിലേക്കാണെന്ന്. അപ്പൊ ഒന്നാമത്തെ ഉത്തരമാണ് ഉത്തരം ബർമ. അപ്പൊ നമ്മൾ ഈ ഒരു ഇത്ര പോലുള്ള ചോദ്യങ്ങൾ നോക്കുന്ന സമയത്ത് 1857 ഏതു വർഷമാണ് നടന്നത്, എവിടെയാണ് തുടങ്ങിയത്, ആദ്യത്തെ രക്തസാക്ഷി ആരാണ്, ആരെയാണ് ചക്രവർത്തിയായിട്ട് നിയമിച്ചത്, അയാളെ എങ്ങോട്ടാണ് നാട് കടത്തിയത്, ഇത്രയും കാര്യങ്ങൾ ഇതുവരെയുള്ള ഭാഗത്ത് നിന്ന് തന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലായി ഒരു വിഷയം പഠിക്കുന്ന സമയത്ത്, ഒരു ഈവന്റ് പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കണമെന്ന് നമുക്ക് ഈ ഒരു 5-6 ചോദ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. കഴിഞ്ഞിട്ടില്ല, ഇതിന്റെ ആഫ്റ്റർ ഇഫക്ട്സ് അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഈവന്റിനെ കുറിച്ചും കേരള PSC വിശദമായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഒന്നാമത്, ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ നയിച്ചിരുന്ന കാൺപൂരിലെ നേതാവ് ആരാണെന്നാണ്. അപ്പൊ ഈ ഒരു ചോദ്യം 2 പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ രണ്ടാമത്തേത് 1857 മഹത്തായ വിപ്ലവത്തിൽ കാൺപൂരിൽ നേതൃത്വം കൊടുത്ത നേതാവ് ആരാണെന്നാണ്. നമ്മൾ ഓരോ സ്ഥലങ്ങളായിട്ട് വിശദമായിട്ട് ഈ ഒരു വിഷയം കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം കാൺപൂരിൽ ഇതിന് നേതൃത്വം വഹിച്ചത് നാനാ സാഹേബാണ്. അപ്പോൾ
ഒന്നാമത്തെ ചോദ്യത്തിൽ ഓപ്ഷൻ ബി ആണ് ഉത്തരം, നാനാ സാഹേബ്. രണ്ടാമത്തേതിലും ഓപ്ഷൻ ബി നാനാ സാഹേബ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ചോദ്യം റിപ്പീറ്റിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഓർത്തു വെക്കണം 1857 വളരെയേറെ പ്രാധാന്യമുണ്ടെന്ന്. ഈ ഒരു സെന്റൻസിനെ കൂടുതൽ ന്യായീകരിക്കുന്ന കൂടുതൽ ചോദ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. അടുത്തത് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ലക്നൌവിൽ കലാപം നയിച്ചതാരാണ്? നേരത്തെ കാൺപൂരാണ് ചോദിച്ചത്, ഇനി ലക്നൌ. ഇതും നമ്മൾ വിശദമായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. 1857 റിവോൾട്ട് ലക്നൌവിൽ ബീഗം ഹസ്രത്ത് മഹലാണ്, അതായത് ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. അതായത് ലക്നൌവിൽ ബീഗം ഹസ്രത്ത് മഹലാണെന്ന് നമ്മൾ വിശദമായിട്ട് പഠിച്ചിട്ടുണ്ട്. അടുത്തത് 1857 വിപ്ലവത്തിൽ ബീഹാറിൽ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നയിച്ച നേതാവ് ആരാണെന്നുള്ളത്. അപ്പോൾ ബീഹാറിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടത് കുൻവാർ സിംഗ് അല്ലെങ്കിൽ കൺവോർ സിംഗ് ആണ്. അപ്പോൾ അത് വായിക്കുന്നത് പോലെയാണ് KUNWAR. അപ്പോൾ കൺവോർ സിംഗ്. അപ്പോൾ ഓപ്ഷൻ ഇത് റിപ്പീറ്റിംഗ് ചോദ്യമാണ്, വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറിലും ഇത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കൺവർ സിംഗ് എന്ന് പറയുന്നത് ഓപ്ഷൻ സിയും ഇതിൽ ഓപ്ഷൻ ഡിയുമാണ്. അപ്പോൾ 1857 വിപ്ലവം എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ഇത്രയും ചോദ്യങ്ങൾ ഓരോ ഈവന്റുമായി ബന്ധപ്പെട്ട്. ഇനി ഈ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആദ്യം തുടക്കത്തിൽ ഒരു വിജയം പോലെ തോന്നിച്ചെങ്കിൽ പിന്നെ അത് ബ്രിട്ടീഷുകാർ പരാജയപ്പെടുത്തി എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റിനെ കുറിച്ചും കേരള PSC ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതായത് ഏത് സംഭവത്തോടു കൂടിയാണ് ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള ഭരണത്തിൽ വന്നതെന്ന്. അത് നമുക്കറിയാം ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷമാണ്. അതിനു മുന്നേ കമ്പനിയായിരുന്നു ഭരിച്ചിരുന്നത്. അതിനുശേഷം കമ്പനിയുടെ ഭരണത്തെ മാറ്റിയിട്ട് ബ്രിട്ടീഷ് രാജ്ഞി നേരിട്ട് ഭരണം ഏറ്റെടുക്കുകയാണ് ചെയ്തത്. കൂടാതെ ഇതൊരു റിപ്പീറ്റിംഗ് ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്, ഏത് വർഷമാണ് ഇത് ചെയ്തതെന്നുള്ളത്. അപ്പൊ നമുക്കത് 1858 1857 റിവോൾട്ട്. 1858 ക്യൂൻസിന്റെ പ്രൊക്ലമേഷൻ വരുന്നത്. വൈസ്രോയിയെ നിയമിക്കുന്നു. വൈസ്രോയി എന്ന് പറയുന്നത് അതായത് രാജ്ഞിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള. അപ്പൊ 1858 നമ്മൾക്ക് ഓർത്തു വെക്കണം. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ഓൾറെഡി വിശദമായിട്ട് പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൈസ്രോയി 1858 ക്യൂൻസ് പ്രൊക്ലമേഷനും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 വന്ന കാര്യവും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഏത് സംഭവത്തോടു കൂടിയാണ് രാജ്ഞിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ വന്നത്? അത് ഒന്നാം സ്വാതന്ത്ര്യ സമരം 1857 ശേഷമാണ്. ഏത് വർഷമാണ് വന്നതെന്ന് ചോദിച്ചാൽ ഒരു വർഷം കഴിഞ്ഞിട്ട് 1858. അപ്പോൾ ഈ ഒരു ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് നമ്മളിപ്പോൾ നോക്കിയ ഏകദേശം 10ഓളം ചോദ്യങ്ങൾ, അതായത് ഞാൻ റാൻഡമായിട്ട് പിക്ക് ചെയ്ത 10ഓളം ചോദ്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു ഏരിയ കേരള PSCക്ക് വളരെ പ്രിയപ്പെട്ട ഏരിയയാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം. അപ്പോൾ ആ ഒരു ഭാഗത്തു നിന്നുള്ള ക്ലാസ്സുകൾ കണ്ടു കഴിഞ്ഞാൽ, കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തു നിന്ന് വരുന്ന ചോദ്യങ്ങളെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ടാക്കിൾ ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഇനി നമുക്ക് കൂടുതൽ ചോദ്യങ്ങളിലേക്ക് പോവാം. അപ്പോൾ ഇതും ഒരു റിപ്പീറ്റഡ് ചോദ്യമാണ്. അതായത് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ മോഡറേറ്റുകളുടെ പ്രവർത്തനത്തെ കുറിച്ചുള്ള, അതായത് പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആര്, അല്ലെങ്കിൽ പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആര്? 2 ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ഈ ഒരു ചോദ്യം കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം ഇത് എഴുതിയിരിക്കുന്നത് ദാദാബായ് നവറോജി ആണെന്ന്. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിൽ ഓപ്ഷൻ ബി ആണ്, രണ്ടാമത്തെ ചോദ്യത്തിൽ ഓപ്ഷൻ എ ആണ്. അപ്പോൾ ഈ ഒരു പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് അതായത് ഡ്രെയിൻ തിയറിയാണ്. അതായത് ഇന്ത്യയുടെ സമ്പത്തിനെ മുഴുവൻ ബ്രിട്ടീഷുകാർ ചോർത്തിയെടുത്ത് ബ്രിട്ടനിലേക്ക് കൊണ്ടുപോകുന്നതിനെ കുറിച്ചാണ് ദാദാബായ് നവറോജി ഈ ഒരു ഡ്രെയിൻ തിയറിയുമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ വിശദമായിട്ട് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഓർത്തു വെക്കണം, പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ദാദാബായ് നവറോജിയാണ്. കൂടാതെ ദാദാബായ് നവറോജി എന്ന് പറയുന്ന നേതാവിനെ കേരള PSCക്ക് വളരെ ഇഷ്ടമാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച ഒരുപാട് ചോദ്യങ്ങൾ പിന്നീടും വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അടുത്ത ചോദ്യം ഇന്ത്യയിലെ ബ്രിട്ടീഷുകാരുടെ സംഭാവനകളെ കുറിച്ചാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ തീവണ്ടിപ്പാത ഏതാണെന്ന് അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലോർഡ് ഡൽഹൌസിയുടെ കീഴിൽ ഈ ഒരു ഇന്ത്യയിലെ ആദ്യത്തെ തീവണ്ടിപ്പാത വന്നത് കാര്യം, അതായത് 1853 ബോംബെ മുതൽ താനെ വരെയാണ്. അപ്പോൾ അത് ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അതായത് ഇന്ത്യയിലെ ആദ്യത്തെ തീവണ്ടിപ്പാത വന്നത് ബോംബെ മുതൽ താനെ വരെയാണെന്ന്. പിന്നീട് മറ്റൊരു നേട്ടം, അതായത് ഇന്ത്യയിൽ വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ചത്. അപ്പോൾ വിദ്യാഭ്യാസ കമ്മീഷന്റെ പേര് ഹണ്ടർ കമ്മീഷൻ എന്നായിരുന്നു 1882. അപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഹണ്ടർ വിദ്യാഭ്യാസ കമ്മീഷനെ നിയമിച്ചത് ആരാണ് എന്നാണ് കേരള PSC ചോദിച്ചത്. അപ്പം നമുക്കറിയാം, നമ്മൾ ലോർഡ് റിപ്പൺ ആണ് ഇത്തരത്തിലുള്ളൊരു മുന്നോട്ട് വെച്ചത് എന്ന് നമുക്കറിയാം. അപ്പോൾ ലോർഡ് റിപ്പൺ ആണ് ഈ ഒരു ഹണ്ടർ വിദ്യാഭ്യാസ കമ്മീഷനെ 1882 നിയമിച്ചത് എന്ന് നമ്മൾ ഓർത്തു വെക്കണം. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു ബ്രിട്ടീഷ് വൈസ്രോയിമാരുടെ അല്ലെങ്കിൽ ഗവർണർ ജനറൽമാരുടെ നേട്ടങ്ങളെ കുറിച്ച്, പ്രധാനപ്പെട്ട നേട്ടങ്ങൾ, നേരത്തെ റെയിൽവേ ചോദിച്ചു, ഇപ്പോൾ വിദ്യാഭ്യാസ കമ്മീഷനെ കുറിച്ച് ചോദിച്ചു. അപ്പോൾ ഇതൊക്കെ പിന്നീട് ഇൽബർട്ട് ബില്ലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, അതായത് പ്രധാനപ്പെട്ട നേട്ടങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ വിശദമായിട്ട് കവർ ചെയ്തിട്ടാണ്. നിങ്ങൾ ഓരോന്നായിട്ട് നോട്ട് ചെയ്ത് ഓർത്തു വെച്ചിട്ടുണ്ടെങ്കിൽ
നമുക്കിത് എളുപ്പത്തിൽ കവർ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. കൃത്യമായിട്ട് ഉത്തരം ചെയ്യാം. അടുത്ത ചോദ്യം, സൈമൺ കമ്മീഷനെ കുറിച്ച് നമ്മൾക്കറിയാം 1927 അപ്പൊ സൈമൺ കമ്മീഷന്റെ വിരുദ്ധ പ്രകടനത്തിന് നേരെയുണ്ടായ ലാത്തി ചാർജിനെ തുടർന്ന് അന്തരിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് എന്നാണ് ചോദ്യം. അപ്പൊ സൈമൺ കമ്മീഷൻ നമുക്കറിയാം ഇന്ത്യയിലേക്ക് വന്നു. പക്ഷേ സൈമൺ കമ്മീഷനെ നമ്മൾ സൈമൺ ഗോ ബാക്ക് എന്ന് വിളിച്ചാണ് തിരിച്ചയച്ചത്. എന്തുകൊണ്ടാണ്? അതിൽ ഒരു ഇന്ത്യൻ മെമ്പർ പോലും ഉണ്ടാവാതിരുന്നു. അപ്പൊ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഇന്ത്യയിൽ നടന്നിരുന്നു. അതിൽ ശക്തമായ ലാത്തി ചാർജ് ഉണ്ടായിരുന്നു. ലാത്തി ചാർജിൽ പരിക്കേറ്റ് ഒരു സ്വാതന്ത്ര്യ സമര നേതാവ് മരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് ലാലാ ലജ്പത് റായ്. അപ്പൊ ലാലാ ലജ്പത് റായിയും ഈ ഒരു സൈമൺ കമ്മീഷന്റെ ഈവന്റിനെ കുറിച്ച് നമ്മൾ വിശദമായിട്ട് പഠിച്ചിട്ടുണ്ട്. ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് തീർച്ചയായും മാർക്ക് ലഭിക്കുന്നതാണ്. കൃത്യമായിട്ട് യാതൊരു സംശയമില്ലാതെ മാർക്ക് ലഭിക്കുന്നതാണ്. അടുത്ത ചോദ്യം നോക്കാം. ഈ ഒരു കോൺഗ്രസ് സമ്മേളനം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ആ ഒരു കോൺഗ്രസ് സമ്മേളനത്തെ സംബന്ധിച്ച് 3 ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട്. അതായത് ഒന്ന്, സ്വരാജ് കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യമാണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിച്ച 1929 സമ്മേളനം നടന്ന സ്ഥലം ഏതാണ്? മൂന്നാമത്തെ ചോദ്യം, 1930 മുതൽ ജനുവരി 26 ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? 3 ചോദ്യത്തിനും ഒരേ ഉത്തരം തന്നെയാണ്. അപ്പൊ നിങ്ങൾ 3 ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3ലും കോമൺ ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഉത്തരം കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അതായത് 3ലും കോമൺ ആയിട്ട് നമുക്ക് ലാഹോർ എന്ന് കാണാൻ വേണ്ടി പറ്റും. അപ്പൊ ലാഹോർ ആണ് ഇതിന്റെ ഉത്തരം. അപ്പൊ ഈ ഒരു കോൺഗ്രസ് സമ്മേളനം 1929 കോൺഗ്രസ് സമ്മേളനം വളരെ പ്രധാനപ്പെട്ട കോൺഗ്രസ് സമ്മേളനമാണ്. അപ്പോൾ ആ ഒരു കോൺഗ്രസ് സമ്മേളനത്തെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് അറിവുണ്ടായിരിക്കുക എന്നുള്ളത് ഉറപ്പുവരുത്തണം. അപ്പൊ നമുക്കറിയാം ലാഹോർ സെഷനാണ് 1929. ഇതിലാണ് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത്. കൂടാതെ 1930 ജനുവരി 26 നമുക്കതിൽ സ്ലൈഡ് നോക്കിയേ കാണാം. 1930 ജനുവരി 26 ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനമായിട്ട് ആഘോഷിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചു. പിന്നീട് ഈ ഒരു ജനുവരി 26 നമ്മൾ റിപ്പബ്ലിക് ഡേ ആയിട്ട് ആഘോഷിക്കാൻ വേണ്ടി പോയത്. അപ്പൊ ഇതാണ് ഈ ഒരു ലാഹോർ സെഷൻ. അങ്ങനെ കുറച്ച് കോൺഗ്രസ് സെഷനുകൾ ഉണ്ട്. ആ സെഷനുകൾ നമ്മൾ പ്രധാനമായിട്ടും ഓർത്തു വെക്കണം. അതിലൊരു സെഷനാണ് ഈ ഒരു 1929 സെഷൻ. അടുത്ത ചോദ്യം, ഇതും 3 പ്രാവശ്യം കേരള PSCക്ക് ചോദിച്ച ചോദ്യമാണ്. ഞാൻ നോക്കിയ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ ഗവർണർ ജനറൽ. അതായത് ശാശ്വതം എന്ന് പറഞ്ഞാൽ പെർമനന്റ്, സ്ഥിരമായിട്ടുള്ളത്. ഭൂനികുതി എന്ന് പറഞ്ഞാൽ റവന്യൂ, ലാൻഡ് റവന്യൂ അല്ലെങ്കിൽ ലാൻഡ് ടാക്സ്. അപ്പോൾ പെർമനന്റ് സെറ്റിൽമെന്റ് സിസ്റ്റം, അതാണ് അതിന്റെ ഇംഗ്ലീഷ് വാക്ക്. ശാശ്വതം എന്ന് പറഞ്ഞാൽ പെർമനന്റ് ആയിട്ടുള്ള, എപ്പോഴും ഉണ്ടാവുന്നത്. അപ്പോൾ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരാണെന്നാണ് അടുത്ത ചോദ്യം. അതുതന്നെയാണ്, ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ വൈസ്രോയി ആരാണെന്നാണ്. അടുത്തത്, ഇന്ത്യയിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരാണെന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ ഉത്തരം നമുക്കറിയാം, ലോർഡ് കോൺവാലിസ് ആണ്. ഇത് നമ്മൾ വിശദമായിട്ട് പഠിച്ചിട്ടുണ്ട്. റവന്യൂ റീഫോംസ് അല്ലെങ്കിൽ പെർമനന്റ് സെറ്റിൽമെന്റ് സിസ്റ്റം നടപ്പിലാക്കിയത് ലോർഡ് കോൺവാലിസ് ആണ്. അപ്പൊ ഇതിൽ ചോദ്യം നോക്കിക്കഴിഞ്ഞാൽ അതിൽ രണ്ടാമത്തെ ചോദ്യത്തിൽ വൈസ്രോയി എന്നാണ് കൊടുത്തിരിക്കുന്നത്. വൈസ്രോയി എന്ന് പറയുന്നത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം ഇദ്ദേഹത്തിന്റെ കാലഘട്ടം 1858 മുൻപെയാണ്. അപ്പൊ ആ സമയത്ത് ഗവർണർ ജനറൽ ആണ്. അപ്പൊ ശരിക്കും ഗവർണർ ജനറൽ ആയിരിക്കണം എന്നാണ് ചോദ്യം വേണ്ടിയിരുന്നത്. അപ്പോൾ നമ്മൾ ഓർത്തു വെക്കേണ്ടത് ശാശ്വത ഭൂനികുതി അല്ലെങ്കിൽ പെർമനന്റ് സെറ്റിൽമെന്റ് സിസ്റ്റം ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഗവർണർ ജനറൽ എന്ന് വെച്ചാൽ ലോർഡ് കോൺവാലിസ് ആണെന്നാണുള്ളത്. അപ്പൊ അദ്ദേഹത്തിന്റെ മറ്റു നേട്ടങ്ങളുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസ് ഉണ്ട്, ജുഡീഷ്യൽ ആൻഡ് അതർ റീഫോംസ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ വിശദമായിട്ട് പഠിച്ചിട്ടുള്ളതാണ്, എന്തൊക്കെയാണ് അദ്ദേഹം കൊണ്ടുവന്നത്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുക ചിലപ്പം പെർമനന്റ് സെറ്റിൽമെന്റ് ആയിരിക്കില്ല, മറ്റൊരു അഡ്മിനിസ്ട്രേറ്റീവ് റീഫോമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജുഡീഷ്യൽ റീഫോമോ ആയിരിക്കാം. അപ്പൊ ഇന്ന സിസ്റ്റം കൊണ്ടുവന്നത് ആരാണ് എന്നൊക്കെ ചോദിക്കാം. അപ്പൊ പ്രധാനപ്പെട്ട ഗവർണർ ജനറൽമാരും അവരുടെ കൊണ്ടുവന്ന നേട്ടങ്ങളും എല്ലാം നമ്മൾ വിശദമായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ ആ ഒരു വിഷയം നമ്മൾ ഹോളിസ്റ്റിക്കലായിട്ട് മനസ്സിലാക്കി കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ചോദ്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അടുത്ത ഒരു പ്രധാനപ്പെട്ട കോൺഗ്രസ് സമ്മേളനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1942 ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ചരിത്ര പ്രസിദ്ധമായ കിറ്റ് ഇന്ത്യ സമരം പ്രമേയം പാസാക്കിയ തീയതിയാണ്. നമുക്കറിയാം കിറ്റ് ഇന്ത്യ സമരം 1942 ക്രിപ്സ് മിഷന്റെ ഫെയിലിയറോടുകൂടിയാണ് ഇത് സംഭവിക്കുന്നത്. അപ്പം നമുക്ക് ആ ഒരു ഡേറ്റ് പ്രധാനപ്പെട്ട, നമ്മൾ ഇന്നും കിറ്റ് ഇന്ത്യ ദിനമായിട്ട് ആഘോഷിക്കുന്നത് ആ ഒരു ഡേറ്റ് ആണ്. അത് ഏത് ഡേറ്റ് ആണ്? August 8 ആണ്. അപ്പൊ അത് ഏത് വർഷമാണ്? 1942 August 8. അപ്പൊ August 8 എന്ന് പറയുന്ന തീയതി നമ്മൾ എപ്പോഴും ഓർത്ത് വയ്ക്കേണ്ട തീയതിയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഓർത്തു വെക്കേണ്ടത്. ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ചരിത്ര പ്രസിദ്ധമായ കിറ്റ് ഇന്ത്യ സമരം പ്രമേയം പാസാക്കിയ തീയതി ഏതാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കോൺഗ്രസ് സമ്മേളനത്തെ കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. അടുത്തത്, ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു അല്ലെങ്കിൽ ഇദ്ദേഹമായിരുന്നു എന്നാണ് ചോദ്യം. അപ്പം നമുക്കറിയാം ഗാന്ധിജി പങ്കെടുത്ത അല്ലെങ്കിൽ ഗാന്ധിജിയുടെ ഒരു നേതൃത്വം ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഒരു നിർദ്ദേശം ഉണ്ടായിരുന്ന ഒരു സമരമാണ് ബർദോളി സമരം. അപ്പോൾ ബർദോളി സമരത്തിന് ഗാന്ധിജി ഒരാളെ ചുമതലപ്പെടുത്തിയിരുന്നു, അദ്ദേഹമാണ് സർദാർ പട്ടേൽ. ഈ ഒരു
സർദാർ പട്ടേലിന്റെ നേതൃത്വത്തിൽ നടന്ന സമരമാണ് ബർദോളി സത്യാഗ്രഹ 1928. അപ്പൊ അതിൽ നിന്നും ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഉത്തരം കണ്ടുപിടിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. കാരണം ഈ ഒരു മോത്തിലാൽ നെഹ്റു, CR ദാസ്, C രാജഗോപാലാചാരി ഇവരെയൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഔട്ടാക്കാവുന്നതാണ്. കാരണം അവരൊക്കെ നമ്മൾ ഈ ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമരമുഖത്ത് നമ്മളധികം നേതൃത്വ നിരയിൽ വരാത്ത ഒരു ആൾക്കാരാണ്. കാരണം അവർ വരുന്നുണ്ട്, പക്ഷെ മറ്റു പല സന്ദർഭങ്ങളിലുമാണ്. അപ്പോൾ സർദാർ വല്ലഭായ് പട്ടേലിന് ബർദോളി സത്യാഗ്രഹം നമുക്ക് ഉറപ്പിക്കാം. ഇത് നമ്മൾ വിശദമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അടുത്തത് ബംഗാൾ വിഭജനം. ഇത് പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. 1, 2, 3 ചോദ്യങ്ങൾ നമുക്ക് കേരള PSCയിലെ ഈ ഒരു ഭാഗത്ത് നിന്ന് കാണാൻ വേണ്ടി പറ്റും. അപ്പൊ ബംഗാൾ വിഭജനം നടത്തിയ ഗവർണർ ജനറൽ ആരാണ് എന്നാണ് ചോദ്യം. അപ്പൊ ഈ ഒരു ചോദ്യം ആർക്കും സംശയം ഉണ്ടാവില്ല. കാരണം ഇന്ത്യയെ വിഭജിക്കുക എന്നുള്ള ഐഡിയ ആദ്യമായിട്ട് കൃത്യമായിട്ട് കൊണ്ടുവന്ന ഒരാളാണ്. അത് ലോർഡ് കഴ്സൺ ആണ്, അല്ലെങ്കിൽ കഴ്സൺ പ്രഭു ആണ്. അപ്പൊ കഴ്സൺ പ്രഭു ഒരുപാട് റീഫോംസ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കൊണ്ടുവന്ന റീഫോംസ് എല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് പാർട്ടീഷൻ ഓഫ് ബംഗാൾ 1905. ഇതിന്റെ ആഫ്റ്റർ ഇഫക്റ്റും കേരള PSCക്ക് വളരെ ഇഷ്ടപ്പെട്ട ഭാഗമാണ്. അപ്പൊ അതിൽ നിന്നും കേരള PSC ചോദ്യം ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ആ ചോദ്യം ഒന്ന് നോക്കാം. ബംഗാൾ വിഭജനത്തിനെതിരായുള്ള സ്വദേശി പ്രസ്ഥാനം രൂപം കൊണ്ടത് എന്നാണ് എന്നുള്ളതാണ്. അപ്പൊ ബംഗാൾ വിഭജനം 1905 സ്വദേശി മൂവ്മെന്റും ഈ ഒരു പ്രഖ്യാപനത്തോടു കൂടിയാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ സ്വദേശി മൂവ്മെന്റ് 1905 പ്രഖ്യാപിച്ചു. അപ്പോൾ സ്വദേശി മൂവ്മെന്റ് എന്താണ്, അതിന്റെ ഉദ്ദേശം എന്താണ് എന്നൊക്കെ നമ്മൾ വിശദമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ അടുത്ത ചോദ്യത്തിൽ ചിലപ്പോൾ സ്വദേശി മൂവ്മെന്റിന്റെ നേതാക്കന്മാർ ആരൊക്കെയാണ് എന്നൊക്കെ ആയിരിക്കാം ചോദിക്കുന്നത്. അപ്പൊ അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾ കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കി വെക്കേണ്ടതാണ്. അപ്പോൾ ബംഗാൾ വിഭജനം എന്ന് പറയുന്ന ഏരിയ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് ഓർത്തു വെക്കുക. അടുത്തത് ഈ ഒരു നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മുൻപേയുള്ള ഏർലി പൊളിറ്റിക്കൽ അസോസിയേഷൻസ് എന്ന് പറയുന്ന ഭാഗമാണ്. അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ചും അതിന്റെ തുടർന്നുള്ള സമരങ്ങളെ കുറിച്ചും ഒക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത്. പക്ഷെ അതിനു മുൻപും ഇത്തരത്തിലുള്ള അസോസിയേഷനുകൾ രൂപീകരിച്ച് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ക്രോഡീകരിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒന്നിച്ചാക്കുന്നതിന് വേണ്ടിയിട്ട്, ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ 1896 ദാദാഭായ് നവറോജി രൂപീകരിച്ച സംഘടന ഏതാണ് എന്നാണ് ചോദ്യം. അപ്പൊ ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം അത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും ആൾക്കാർക്ക്. കാരണം ഈ ഒരു സംഘടനയെ കുറിച്ചൊന്നും നമ്മൾ അധികം പഠിക്കാറില്ല. പക്ഷെ നമ്മൾ ഈ ഒരു KS ഇൻസൈറ്റ്സിന്റെ ക്ലാസ്സുകളിലെല്ലാം തന്നെ നമ്മൾ ഇത് വിശദമായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ 1866 നമുക്കറിയാം അത് ഇനീഷ്യേറ്റീവ് ഓഫ് ദാദാഭായ് നവറോജി ആണ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്കറിയാവുന്ന ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ ആണ് ഉത്തരം എന്നുള്ളത്. അപ്പോൾ 1896 ദാദാഭായ് നവറോജി രൂപീകരിച്ച സംഘടന ഏതാണെന്നാണ് ചോദ്യം. അപ്പൊ അത് ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ ആണെന്ന് നമ്മൾ ഓർത്തു വെക്കണം. അടുത്ത ചോദ്യം, രാജ്യത്തിന് സ്വയംഭരണം വേണമെന്ന ആവശ്യം ആദ്യം മുന്നോട്ട് വെച്ച ധീരദേശാഭിമാനി ആരാണെന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു ചോദ്യം കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും നമ്മൾ കൃത്യമായിട്ട് അങ്ങനെ പഠിച്ചിട്ടില്ലെങ്കിൽ. നമ്മളിത് ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ട് ഹോം റൂൾ മൂവ്മെന്റിൽ. അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഹോം റൂൾ മൂവ്മെന്റ് 2 പേരാണുള്ളത്. ഒന്ന് ബാലഗംഗാധര തിലകനാണ്, രണ്ടാമത്തേത് ആനി ബസന്റ് ആണ്. അപ്പൊ ഈ ഒരു ബാലഗംഗാധര തിലക് അദ്ദേഹം ഈ ഒരു ഹോം റൂൾ ലീഗ് മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്ന ഐഡിയ ആണ് ഗെറ്റ് സെൽഫ് ഗവൺമെന്റ് ഇൻ ഇന്ത്യ, അതായത് ഇന്ത്യയിൽ സ്വയംഭരണം വേണമെന്നുള്ളത്. അപ്പൊ സ്വയംഭരണം എന്നുള്ള ആവശ്യം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത് ബാലഗംഗാധര തിലകനാണെന്ന് നമുക്ക് ഓർത്തു വെക്കാം. അടുത്ത ചോദ്യം, തകർന്നുകൊണ്ടിരിക്കുന്ന ബാങ്കിൽ നിന്നുള്ള കാലാവധി കഴിഞ്ഞ ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ് എന്നുള്ളതാണ്. അപ്പൊ ഇത് നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ കവർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വന്നൊരു ക്ലാസ് ആണ് ക്രിപ്സ് മിഷനിൽ 1942. അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഗാന്ധിജി ഇതിനെ, അതായത് പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് ഓൺ എ ഫോളിംഗ് ബാങ്ക് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതായത് തകർന്നുകൊണ്ടിരിക്കുന്ന ബാങ്കിലുള്ള ഒരു ഡേറ്റഡ് ചെക്ക്, പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് അല്ലെങ്കിൽ കാലാവധി കഴിഞ്ഞ ചെക്കാണെന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഉത്തരം ക്രിപ്സ് മിഷൻ ഓപ്ഷൻ D ആണെന്ന് ഓർത്തു വെക്കണം. അടുത്ത ചോദ്യം നോക്കാം, ഇന്ത്യയിൽ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം ഏതാണെന്ന്. ഇത് നമ്മൾ ഗാന്ധിജിയുടെ എല്ലാ സത്യാഗ്രഹങ്ങളെ കുറിച്ചും കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ചമ്പാരൻ സത്യാഗ്രഹമാണ് ഗാന്ധിജിയുടെ ആദ്യത്തെ ഇന്ത്യയിലെ സത്യാഗ്രഹം എന്നുള്ളത്. അപ്പൊ അതിൽ നമുക്ക് ഓപ്ഷൻ B കൃത്യമായിട്ട് മാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അടുത്തത് നോക്കാം, ജാലിയൻ വാലാബാഗ് ദുരന്തത്തിൽ പ്രതിഷേധിച്ച് സർ പദവി ഉപേക്ഷിച്ചത് ആരാണെന്ന്. ഇത് കുറച്ച് സിമ്പിളായ ചോദ്യമാണ്. നമുക്കറിയാം അത് രവീന്ദ്രനാഥ ടാഗോർ ആണെന്ന്. അദ്ദേഹത്തിന് സർ പദവി കൊടുത്തു. പിന്നീട് അദ്ദേഹം ഈ ഒരു സർ പദവി അല്ലെങ്കിൽ നൈറ്റ്ഹുഡ് പദവി പിന്നീട് വേണ്ടാന്ന് വെച്ചു ജാലിയൻ വാലാബാഗ് സമരത്തിൽ പ്രതിഷേധിച്ചിട്ട്. അപ്പൊ അത് നമ്മൾ ഓൾറെഡി
കണ്ടിട്ടുണ്ട്. അത് നമ്മൾ ജാലിയൻ വാലാബാഗ് മസാക്രെ അല്ലെങ്കിൽ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് വിശദമായിട്ട് പഠിച്ചിട്ടുണ്ട്. ആ ഒരു ഭാഗത്ത് നമ്മളിത് കവർ ചെയ്തിട്ടുണ്ട്. അടുത്ത ചോദ്യം നോക്കാം. ഗാന്ധി ഇർവിൻ സന്ധി ഒപ്പുവയ്ക്കപ്പെട്ട വർഷം ഏതാണെന്ന്. നമുക്കറിയാം, ഒന്നാം റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പങ്കെടുത്തില്ല. അപ്പോൾ രണ്ടാം റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഗാന്ധിയും ഇർവിൻ പ്രഭുവുമായിട്ട് ഒപ്പുവെച്ച പാക്റ്റാണിത്. അത് 1931 നമ്മളത് വിശദമായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അടുത്തത് നോക്കാം. സ്വതന്ത്ര ഇന്ത്യയുടെ ഭൂപടം തയ്യാറാക്കിയത് ആരാണെന്നുള്ളത്. അപ്പോൾ ഇതൊരു കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. കാരണം മൗണ്ട് ബാറ്റൻ പ്രഭുവാണോ റാഡ്ക്ലിഫ് ആണോ എന്ന് നമുക്കൊരു സംശയം. കാരണം ജവഹർലാൽ നെഹ്റുവും മഹാത്മാഗാന്ധി ഇന്ത്യയെ വിഭജിക്കേണ്ട എന്നുള്ള അഭിപ്രായക്കാരായിരുന്നു. അപ്പോൾ ഇന്ത്യക്കാരല്ല. അപ്പോൾ മൗണ്ട് ബാറ്റൺ ആണോ റാഡ്ക്ലിഫ് ആണോ? പക്ഷെ നമ്മളിത് കൃത്യമായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഭൂപടം തയ്യാറാക്കിയത് ആരെയാണ് ചുമതലപ്പെടുത്തിയത്? സർ സിറിൽ റാഡ്ക്ലിഫിനെയാണ് ചുമതലപ്പെടുത്തിയതെന്ന് നമ്മൾ മൗണ്ട് ബാറ്റൺ പ്ലാനിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഉത്തരം സിറിൽ റാഡ്ക്ലിഫ് ആണ്, അല്ലെങ്കിൽ റാഡ്ക്ലിഫ് ഓപ്ഷൻ ഡി ആണ്. ഇനി ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാൻ വിസമ്മതിച്ച നാട്ടുരാജ്യം ഏതാണ്? അപ്പോൾ ഇത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ നമ്മളത് കൃത്യമായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അതായത് അവസാനത്തെ ക്ലാസ്സിൽ എന്താണ്, ചില നാട്ടുരാജ്യങ്ങൾ ഇന്ത്യയിൽ നിന്നും വിട്ടുനിന്നിട്ടുണ്ട്. ഒന്ന് ജമ്മു കാശ്മീരാണ്, രണ്ടാമത്തത് ഹൈദരാബാദാണ്, മൂന്നാമത്തത് ജുനഗഡ് ആണ്. അങ്ങനെ 3 നാട്ടുരാജ്യങ്ങൾ മാറി നിന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ഇന്ത്യൻ യൂണിയനിൽ നിന്ന് ലയിക്കാൻ വിസമ്മതിച്ച നാട്ടുരാജ്യം ജുനഗഡ് ആണെന്നറിയാം. കൂട്ടത്തിൽ പെടാത്തത് ഏത്? ജുനഗഡ്, ഹൈദരാബാദ്, കാശ്മീർ, തിരുവിതാംകൂർ. ഈ ACD, അതായത് ജുനഗഡും ഹൈദരാബാദും കാശ്മീരും ചേർന്നില്ല. തിരുവിതാംകൂർ ആദ്യം വിസമ്മതിച്ചെങ്കിലും പിന്നീട് ചേരുകയാണ് ചെയ്തത്. അപ്പൊ കൂട്ടത്തിൽപ്പെടാത്തത് തിരുവിതാംകൂറാണ്. അപ്പൊ ഇതാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്നും, അതായത് കേരള PSCക്ക് ചോദിച്ചിട്ടുള്ള കുറേ ചോദ്യങ്ങൾ, പ്രധാനപ്പെട്ട കുറേ ചോദ്യങ്ങൾ. അപ്പൊ ഈ ഒരു ചോദ്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും, ഈ നമ്മുടെ ഈ ഒരു ക്ലാസ്സുകളിൽ ഏകദേശം ഭൂരിഭാഗം ചോദ്യങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് 90% ഉത്തരങ്ങളും അല്ലെങ്കിൽ ചോദ്യങ്ങളും ഈ ഒരു ഭാഗത്ത് നിന്ന് തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് ഈ ഒരു ക്ലാസ്സുകൾ കേട്ട് കൃത്യമായിട്ട് കേരള PSCക്ക് വേണ്ടി ഈ ഒരു വിഷയങ്ങളെല്ലാം ഓർത്തു വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മാർക്ക് നേടാൻ വേണ്ടി പറ്റും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക, അത് നോട്ടാക്കി വെക്കുക, പഠിക്കുക, റിവൈസ് ചെയ്യുക, കൂടുതൽ ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ എക്സാം പോർട്ടൽ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ കേരള PSCയിൽ നിന്ന് വന്ന ഏകദേശം 10, 30, 40 ചോദ്യങ്ങൾ നമ്മൾ ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ട്. കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്ന് നിങ്ങൾക്ക് കൂടുതൽ ഉത്തരങ്ങൾ കിട്ടുന്നതായിരിക്കും. എന്നാൽ ചില ചോദ്യങ്ങൾ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ, ചില ഭാഗങ്ങൾ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ എടുക്കാൻ ബാക്കിയുണ്ട്. ആ ഒരു ഭാഗം കൂടെ തന്നെ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ക്ലാസ്സുകൾ കണ്ട് നോട്ടുകൾ തയ്യാറാക്കി പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ, ഓൾ ദി ബെസ്റ്റ്.